ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഫേസ് കാണിക്കില്ല ഗൈസ്, ഇന്ന് ഞങ്ങൾ മേക്കപ്പ് ഇടാത്ത ഫേസ് ആണ്. എല്ലാവരും പേടിച്ചപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. വീണ്ടും ഒരു ഗ്യാപ്പ് വന്നിട്ട് എന്ത് ചെയ്യാനല്ലേ, ഇപ്പോൾ എപ്പോഴും ബിസിയാ, എന്ത് ചെയ്യാനാ, ഒരു പണിയില്ലെങ്കിലും വീഡിയോ ചെയ്യാൻ വിളിച്ചാൽ വരത്തില്ല. അതാണ് ബിസി, പിന്നെ ഉറങ്ങാതില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി നല്ലൊരു ഫണ്ണി ചലഞ്ചുമായിട്ടാണ്. അതായത് ഇതേ ഇവിടെ കണ്ടില്ലേ കുറേ മേക്കപ്പ് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങളിപ്പം മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് വന്നിരിക്കുന്നത്, ജസ്റ്റ് മുഖം കഴുകിയിട്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് മേക്കപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കും, മാളിന് ചെയ്യും. അത് കഴിഞ്ഞ് മാള് കണ്ണ് കെട്ടിയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യും. അപ്പോൾ ഇത്ര ഐറ്റംസ് എല്ലാം ഉപയോഗിക്കണം, എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഇപ്പം ആദ്യം എടുത്ത് സൺസ്ക്രീൻ ഇടാൻ പാടില്ല, ഓർഡർ വൈസ് തന്നെ. ഇപ്പം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. എല്ലാ പ്രോഡക്ട്സും ഉപയോഗിക്കണം. അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. പിന്നെ ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് സമ്മാനം. ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോയാലോ? ടെൻഷൻ ഉണ്ടോ? എന്തിനല്ല ടെൻഷൻ, ഉള്ളവർക്ക് പോയതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഈ മുഖത്ത് ഇന്നൊരു താജ്മഹൽ പണിയും മുടിയൊക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് വെച്ചു. ഓക്കെ ഗൈസ്, അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ ഓക്കെ, ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസർ. ഇത് എന്തിന്റെ മോയ്സ്ചറൈസർ ആയിരുന്നു? ഏതോ ഒരു സാധനത്തിന്റെ മോയ്സ്ചറൈസർ. ഇത് നല്ലതാട്ടോ, കുറെ നാളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തു. ഓക്കെ, ഓഫ് കുറെ വന്നല്ലോ. എവിടെ ഇതങ്ങോട്ട് നല്ല ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ സ്കിന്ന് നല്ല ഇതാവാൻ വേണ്ടി. മേക്കപ്പിന് മുന്നേ നമ്മള് മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഉപയോഗിക്കണം നല്ലപോലെ, എന്നാലേ നമ്മുടെ മുഖം നല്ല ഇതൊക്കെ സ്കിൻ കെയർ ആണേ. ഇങ്ങോട്ട് ഇരിക്കാവോ? അങ്ങോട്ട് വരാൻ പറ്റൂല. അങ്ങനെ ഇരിക്കും. നല്ലപോലെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. ഈ കോലം മുടിയൊക്കെ ബാക്കിലോട്ടില്ല. ആ കൈ ഒന്ന് വരാവോ? ബാക്കി കൈ വെച്ച് ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. അടുത്ത് നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇതാണോ സൺസ്ക്രീൻ? ഇതല്ല. അപ്പൊ ഇത് സൺസ്ക്രീൻ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് എന്തിന്റെ ആണെന്ന് പറഞ്ഞൂടാ. ഇതെന്തോന്നു വരുന്നില്ല, വന്നോ? ഓക്കെ ഓക്കെ ഗൈസ്, അടുത്ത നമുക്ക് സൺസ്ക്രീൻ ഇടാം. എവിടെ മോണ്ട്? ഇപ്പോഴത്തെ ചൂട് സമയത്ത് നമ്മൾ സൺസ്ക്രീൻ എന്തായാലും മാറി തേക്കണം ഗൈസ്, മാറി തേക്കണം. നീ ഒന്നും ചെയ്യല്ലേ? മുടിയൊക്കെ മാറ്റി തന്നെ. ഗൈസ്, അങ്ങനെ സൺസ്ക്രീനും ഇട്ടു. ഇനി നമുക്ക് പ്രൈമർ ഇടാം. ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു സാധനം. ഇതെന്തുവാ ഈ ടേബിളിൽ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ? ഗൈസ്, ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് തന്ന പ്രൈമറാണ്. റെനയുടെ അടിപൊളിയാണ്. ഇതൊരു നല്ല ഗ്ലോ ഒക്കെ വരും. ഇവിടെ ഇപ്പൊ തന്നെ ഈ ഫേസ് കണ്ടോ, ഇങ്ങനെ നല്ല ഒരു ഫിനിഷിങ് വരും, ഫിനിഷിങ് ലുക്ക് വരും. കണ്ണൊക്കെ അടച്ചു വെച്ചില്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെടും. കണ്ണടച്ചു വെച്ചോ? ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നവർക്കാണ് ഇതിൽ ഫസ്റ്റ്. മാള് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ഗൈസ്, അതുകൊണ്ട് കണ്ണടച്ച് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ 3 സാധനങ്ങൾ കഴിഞ്ഞു, അതായത് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം സോ എക്സൈറ്റഡ്. ഇനി നമുക്ക്
എന്തെങ്കിലും ഒക്കെ എടുത്തിടാം. അത് എന്ത് എന്തോ ഒരു എന്തോ സാധനം. ഉദ്ദേശിച്ചേ? ആ ഇത് ഇതിന്റെ പേരെന്തായിരുന്നു? കളർ കറക്റ്റർ. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കാൻ ഭയങ്കര മേക്കപ്പ് ആയിരിക്കും. അതെ, കുറച്ച് മുമ്പ് മുഖം പൊത്തിയിരുന്നപ്പോ മനസ്സിലായി. ഇതിൽ ഒരുപാട് കളർ ഉണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഏത് കളർ ഇടാമെന്ന്? ഇഷ്ടമുള്ള കളറങ്ങ് ഇടാം. ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യണേ. ഓക്കെ. മാള് ഒരു സുന്ദരി തന്നെ ആകും. എവിടെയാ അവള്? മൂക്ക്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ എന്തായിരുന്നു, അത് തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പ്രതികാരം വീട്ടുന്ന പല്ലിലൊക്കെ പാടച്ചടി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കെല്ലാം കുറച്ച് കുറച്ച് ഇട്ടാ മതി, ഓവർ ആയാലും. എന്നിട്ട് ഇപ്പൊ ഒരു ലോഡ് തീർത്തല്ലോ. ലാസ്റ്റ് കണ്ണാടി നോക്കാവുള്ളേ. അടുത്ത നമ്മള് ആസ് യൂഷ്വൽ നമുക്ക് ഇതിടാം ഫൗണ്ടേഷൻ. ഇത് കമ്പനിയുടെ പേര് പറഞ്ഞായി, പക്ഷെ എനിക്ക് സ്വിസ് ബ്യൂട്ടി. അതിന്റെ തന്നെ. അയ്യോ, എന്റെ ഫൗണ്ടേഷൻ മൊത്തം തീർന്നേ കാട്ടുകാരെ. അയ്യോ മാള അനങ്ങാതിരിക്കടി. എന്റെ ഫൗണ്ടേഷൻ തിരിച്ചു തരണം. അങ്ങനെ മാള് ഒരു സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ഊഹിക്കാം മാളുവിന്റെ സൗന്ദര്യം വർദ്ധിച്ചു കാണും. ഇത്രയും സൗന്ദര്യം ആർക്കും കൊടുക്കല്ലേ. ഇച്ചിരി കഴുത്തിലോട്ട്. ഓക്കെ, ഇതിന്റെ അടപ്പ് അവിടെ. ഓക്കെ, ഇനിയിപ്പോ എന്തായിരുന്നു, നമ്മള് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ഇത് എന്റെ ഫേവറേറ്റ് ഐ ഷാഡോ പാലറ്റ്. പക്ഷെ ഇത് നീ എടുക്കും. കണ്ണടച്ച് വെച്ചോ. ഐ ഷാഡോ ഇടട്ടെ? ഇതിപ്പോ കൊറേ മിക്സ് ചെയ്തിടാം. പക്ഷെ ഇത് എങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറിയുന്ന ഐ ഷാഡോ അല്ല. ഗൈസ്, ഐലൈനർ എഴുതുന്നതാണല്ലോ ടാസ്ക്. അതുകൊണ്ടല്ലോ അതെ, ഇത്രയും വലിയ എനിക്കായിരുന്നു ടാസ്ക്. ഐ ഷാഡോ നമുക്ക് പെട്ടെന്ന് ഇടാം, നമുക്ക് ടൈമില്ല. ഐ ഷാഡോ കഴിഞ്ഞിട്ട് നമുക്കിനി ഐബ്രോ എഴുതാം. ഐബ്രോ ഇത് തന്നെ. പൊളിച്ചെടുക്കോ, തുറക്കാനും പറ്റാത്ത. ഇത് പുതിയ മാള് മേടിച്ചതാ. ഇത് വെച്ച് നമുക്ക് ഐബ്രോ എഴുതാം. അവിടെ അതൊക്കെ ഫൗണ്ടേഷൻ ഇട്ട് കളഞ്ഞു. ഞാനിപ്പോ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ഇത് ലിപ് ലൈനർ ആയിരിക്കും. ഇത് ലാസ്റ്റ് എഴുതാം. ഐലൈനർ എടുക്കും. ഇത് മസ്കാര. വെരി ഇമ്പോർട്ടന്റ് സാധനം ഐലൈനർ. ഇതെന്തോന്നുണ്ടോ? അപ്പൊ ഇതെന്താ രണ്ടു മൂന്നെണ്ണം? ഇതാണോ? അയ്യോ, ഐലൈനർ മസ്കാര തിരിഞ്ഞു പോകും ഗൈസ്. എന്റെ കയ്യാ. അപ്പൊ ഇതെവിടെ പോയി? ഐലൈനർ എവിടെ പോയി? ഇത്
തുറന്നാലേ എനിക്ക് സാധനം എന്താന്ന് പറയാൻ പറ്റും. ഐലൈനർ. ഓഫ്, ഐലൈനർ എഴുതാനാ? ഇതല്ലേ കണ്ണ്. അനങ്ങാതിരുന്നാലല്ലേ എനിക്ക് എഴുതാൻ പറ്റൂ. ഐ ഈസ് വെരി ഡേഞ്ചർ, അറിയാവോ? വാലിട്ട് എഴുതണം. ഓ, പെർഫെക്റ്റ് പെർഫെക്റ്റ്. മസ്കാര. കണ്ണ് തുറന്നു വെച്ചോ, കണ്ണടിച്ചു പോയാലോ. ഓക്കെ ഗൈസ്, നമ്മള് മേക്കപ്പിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ്. ഇത് ലിപ് ലൈനർ. ലിപ്സ്റ്റിക്. അയ്യോ, ഇത് ലിപ് ലൈനർ അല്ല കേട്ടോ, കണ്ണിന്റെ താഴെ എഴുതുന്നേ. വാ, കണ്ണ് തുറന്നാണേ. ഇത് എഴുതാൻ ഇച്ചിരി റിസ്ക് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചുമ്മാ വരച്ച് വെക്കാം. അപ്പൊ നേരത്തെ എടുത്തതായിരിക്കും ലിപ് ലൈനർ. അതെ, ചുണ്ടെവിടെ? എനിക്ക് അയ്യോ, ഇതെന്താ? വാ അടച്ചു വെക്കടി പിശാചേ. ഇങ്ങനെ വെക്കും. പ്രതികാരം ചെയ്യണമെങ്കിൽ നല്ല ഡൗട്ട് അല്ല ഗൈസ്, എന്റെ മേക്കപ്പിന്റെ ഫൈനൽ സ്റ്റേജ്. ഇത് ഞാൻ പൊളിക്കും. ലിപ്സ്റ്റിക് ആണ് ഇത്. നമുക്ക് ഇതെനിക്ക് കറക്റ്റായിട്ട് ഇടാൻ അറിയാം. എനിക്കെല്ലാം കറക്റ്റായിട്ട് ഇടാൻ അറിയാം. ഇങ്ങനെ ആക്കി. ഇനി പൊട്ടും കൂടെ വെച്ചാ is the final stage of my makeup. Okay, ഇനി ചീപ്പട്ടെ ഒന്ന്. അതുകൊണ്ടോ സുന്ദരിയാവണ്ടേ. ഓക്കെ, ഞാൻ എല്ലാം ഉപയോഗിച്ചെന്നാണ് എൻ്റെ ഒരു ഇത്. മതി മതി, ഉപയോഗിച്ചെടുത്തോളാം. ഓക്കെ ഗൈസ്, അവിടെ തന്നെ ഇരുന്നോ. ഞാൻ ആദ്യം കണ്ണ് തുറന്ന് എന്റെ മേക്കപ്പ് ഒന്ന് കാണട്ടെ. ഒന്നും തൊടല്ലേ. ആക്ച്വലി ഗൈസ്, എന്റെ ഫേസ് മേക്കപ്പ് എല്ലാം കറക്റ്റ് ആയിരുന്നേ. ഐലൈനർ ഇവിടെ, പിരിക് ഇവിടെ. ഐലൈനർ മാത്രം ചെറുതായിട്ട് ഒരു ഇത് പറ്റി. അങ്ങനെ മാളുവിനെ ഞാൻ സുന്ദരിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മാളുവിനെ കാണിച്ചു കൊടുക്കാം. എല്ലാ മേക്കപ്പ് കറക്റ്റ്, പൊട്ടൊക്കെ കറക്റ്റ്. എന്റെ പിരിക് ഇവിടെ, ലിപ് ലൈനർ ഇവിടെ. ഓ, ലിപ്സ്റ്റിക് ഞാൻ കറക്റ്റ് ഇട്ടല്ലേ? മുടിയിലൊക്കെ ആയിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് വന്നത് എന്ത് ഐലൈനർ ആണോ? ചേച്ചി തന്നെ തേച്ച് വെച്ചേ. കുറച്ച് മസ്കാര എടുത്ത് പിരികത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര കൊടുക്കാം ഈ മേക്കപ്പിന്? 0. ഞാൻ നല്ല മേക്കപ്പ് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത എന്റെ ടേൺ ആണ്. മാളു എന്നോട് ശത്രുതയൊന്നും കാണിക്കരുത്, ശരിയാക്കി. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സുന്ദരി മാളു ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തത് മാളു എന്നെയാണ് സുന്ദരിയാക്കാൻ പോകുന്നത്. പ്രതികാരം ചെയ്യരുത്. ചേച്ചി ചെയ്തതാണോ? പാലിട്ടത് ഇവിടെ വരയ്ക്കുന്നു. ഗൈസ്, നമുക്ക് ഇനി മാളുവിന്റെ കണ്ണ്. മാളു ഈ പ്രാവശ്യം കണ്ണ് കാണുമെന്ന് ഞാൻ ചോദിക്കില്ല, കാരണം കണ്ടാലും അവള് കണ്ണ് അടച്ചു വെച്ചിട്ടായിരിക്കും മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അത് പോയി കണ്ണടഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിക്കും. അതെ, കാണാൻ പോവല്ലോ. ഉറപ്പാണോ? പറ. ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ കാണാൻ ശ്രമിക്കാം. ശ്രമിക്കണ്ട.
ഇവളെല്ലാത്തിനും കള്ളക്കളി കളിക്കും. പിന്നെ ഷടാ ഇതെന്തോന്നു മൂക്കൂടെ അറിയും. ശ്വാസം മുട്ടിച്ചാവാനാ. ഇപ്പോഴാ ആ ഓക്കെ. ഓക്കെ അല്ലേ? നിക്കേ, ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. മാറു, നിന്റെ ടൈം സ്റ്റാർട്ട് ആയി. ആദ്യം നമുക്ക് മോയ്സ്ചറൈസ്. ഓക്കെ. ഗൈസ്, ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. അടുത്തത് തൈലും തേച്ചു. അടുത്തത് നമ്മൾ പ്രൈമർ, സൺസ്ക്രീൻ എന്ത് ചെയ്യും? ഞാൻ പക്ഷെ ആവശ്യമായിട്ടുള്ളൂ. അതെ അതെ, നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമായിട്ടുള്ള വേണ്ട അതിന്റെ. ഇനി നമുക്ക് നമ്മൾ എന്തൊക്കെ ഇട്ടു? നമ്മളിപ്പോ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, ഇനി നമുക്ക് പ്രൈമർ ഇടാം. ഓക്കെ. വായിക്കാത്തില്ല, കുറച്ചു നേരം വായ അടഞ്ഞിരിക്കുമെന്നറിയാം. അടയ്ക്കാനും പറ്റൂല, അടയ്ക്കാതിരിക്കാനും പറ്റൂലാത്ത അവസ്ഥയായില്ല. ആക്ച്വലി സ്കിൻ കെയർ ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല, മേക്കപ്പിലൊക്കെ കിടക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രശ്നം. ഓക്കെ, നമ്മൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്യാം. ഓക്കെ. ഇതുപോലത്തെ മേക്കപ്പ് ആവശ്യമുള്ളവര് താഴെ കമന്റ് ഇതുപോലെ കല്യാണത്തിനും ബർത്ത്ഡേ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് ഇന്ന ഫംഗ്ഷൻ ഒന്നുമില്ല, ആരും കാണത്തില്ല, കണ്ണടച്ച് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ബിസിനസ്സാണ്. തൽക്കാലം ഇത്ര മതി. ഇനി നമുക്ക് ഫൗണ്ടേഷൻ. ഞാൻ ശരിക്കും ഇത്രയും മേക്കപ്പ് ഇടാറില്ല. ഇതെത്ര? 2 കള്ളിയാണ്. ഓക്കെ ഗൈസ്, ഇനി എന്താ പറ? എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുക. ഇനി നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം. എന്തോന്ന്? സ്പൂലി. ഇതിന്റെ പേര് അതാണോ? സ്പൂലി. ഗൈസ്, ഞാനിപ്പോ എന്താണ്, എനിക്കൊന്നും അറിയത്തില്ല ഈ കുന്തത്തിന്റെ പേര്. സ്പൂലി, അതാരായിരിക്കും ഇതിനാ പേരിട്ടു? ചേച്ചിക്ക് പോയി. ഓക്കെ, കഴിഞ്ഞു. ഇതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചു, നമുക്ക് തമ്മനയിലിടാം.
ഓക്കെ ഗൈസ്, ഇനി എന്താ? ഇനി നമുക്ക് അടുത്തത് മസ്കാര പോയിട്ട് മറ്റേ ഐ ഷാഡോ. ഓക്കെ, നശിപ്പിക്കോ? ഇച്ചിരി ഓയിലി ആയിട്ട് തോന്നുന്നില്ലേ? നമുക്ക് കുറച്ച് ലൂസ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. മൂന്നേ വാരി ഇടല്ലേ ഗൈസ്? ഒന്ന് പറക്കുവേ, ആരും പേടിക്കരുത്. അതെ, എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ നമ്മളെ ചതിക്കാത്ത ചന്തു സിനിമയിലെ സലീമിനെ അടുത്ത് വെച്ചു. സലീം കുമാർ എവിടെയാ? ഇനി ഇതൊക്കെ ഇങ്ങനെ കഴിക്കളയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ പുറത്തു പോയി, അതാണ് ചലഞ്ച്. ഓക്കെ, ഇനി എന്താ അടുത്ത? ഇനി ഐ ഷാഡോ. ഓക്കെ, ചൊറിയേണ്ട കാര്യമില്ല. കുറച്ച് ഇതായിട്ട് ഇരിക്കണ്ടാവും, കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തൂത്ത് കളയാവേ. ആക്ച്വലി നമുക്ക് അങ്ങനെ കുഴപ്പം വരുന്ന പ്രൊഡക്ട്സ് ഒന്നുമില്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന നല്ല നല്ല പ്രൊഡക്ട്സ് ആണ്. ഫൈനലി അതെ, സോറി, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കാം. ഡാർക്ക് ആണോ ലൈറ്റ് ആണോ? കണ്ണ് എനിക്ക് തോന്നുന്നു കേസ് ഞാൻ കണ്ണ് തുറന്ന് ചെയ്യുന്ന മേക്കപ്പിനേക്കാൾ ഇതായിരിക്കും ബ്യൂട്ടിഫുൾ. കണ്ണ് അടച്ചു. ഇപ്പുറത്തെ കണ്ണാണോ അതോ സെയിം കണ്ണ്? ശരിക്കും ആയിട്ടുണ്ടാവില്ല, ഒന്നാമത് അടിച്ചിട്ട് വന്നായിരുന്നില്ല. ആള് ഭയങ്കര സീരിയസ് ആയിട്ട് കഴിഞ്ഞ് പ്രൊഫഷണൽ മേക്കപ്പിലാണ് ഗൈസ്. നമുക്ക് ഇച്ചിരി ഗ്ലിറ്റർ ഇട്ട് സെറ്റ് ചെയ്യണം, അത് നമുക്ക് ഇപ്പൊ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. എന്തോ അടി എന്റെ കണ്ണി അല്ല, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ. ഓ മൈ ഗോഡ് ഗൈസ്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാമോ? ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഇതെൻ്റെ ശരിക്കും ഐലൈനറെ കുറിച്ച് പറയാനാണെങ്കിൽ ഗൈസ്, ഇതെൻ്റെ പുതിയ ഐലൈനറാണ്. ഞാൻ ഇതിനു മുന്നേ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ ഉപയോഗിച്ചു. ഓ മൈ ഗോഡ്, വെള്ളം കലക്കി തേച്ചാൽ അതിനെക്കാട്ടിലും ഇത് വരും. സീരിയസ്ലി, പൊട്ട ഐലൈനർ എന്ന് വെച്ചാൽ പൊട്ടല്ല, നമ്മൾ എത്ര തേച്ചാലും അത് വർക്കാവൂല. പണിപ്പാളി. എന്താ ഇതിന്റെ മേൽഭാഗം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അത് തുറന്നു നോക്കണം. പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഐലൈനർ, അടിപൊളി ഐലൈനറാണ്. അങ്ങനെ മാള് നമുക്ക് ഐലൈനർ എഴുതി തരാൻ പോവാണ്. പുതിയ ഐലൈനറാണ്, നശിപ്പിക്കല്ലേ. എന്തോന്ന് കാണിക്കുന്നത്? ഐലൈനർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി നിക്കി നോക്കും. ആണ്. ഇതെന്താണിത്? എനിക്ക് എഴുതാൻ പറ്റത്തില്ല. കണ്ണടച്ച തന്നെ വെച്ചേക്കണ. ജീവന് കൊതിയുള്ള ആരെയും കണ്ണു തുറന്നു. പകുതി കഴിഞ്ഞു. അയ്യോ, കണ്ടില്ല ഗൈസ്. ഇത് ഞാൻ മുറുക്കിയോട് നല്ല കെട്ടിയത്. ഇത് അഴിഞ്ഞാലും പ്രോബ്ലം, അഴിഞ്ഞില്ലേ? ഐലൈനർ ആയ. ഓക്കെ ഗൈസ്, ഐലൈനർ കഴിഞ്ഞു. ഇനി എന്താ? ഇനി നമുക്ക് കണ്ണ് കുറച്ച് എഴുതണമായിരുന്നു. ഇത് വെച്ച് എഴുതുന്നു വിചാരിക്കും, പക്ഷെ ഇത് അതല്ല. എന്താ ഇത് ലിപ് ലൈനറാണ്. ഓ ബുദ്ധിക്കാരി. കരി എനിക്ക് എഴുതണമെന്നില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനം യൂസ് ചെയ്യണമെന്നുണ്ട്. എല്ലാം കഴിഞ്ഞു ഒരു വിധം.
ഇനി ലിപ്സ്റ്റിക്ക് അല്ല നമ്മള് ചെയ്യുന്ന പോലെ അല്ല, ഓർഡറിലങ്ങ് ചെയ്ത മതി. മസ്കാര ഇടാവേ ഇനി ലിപ്പൊന്ന് എവിടെ കടിച്ചു തരണം. ചത്തോ വീണ്ടണം. നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. എന്താണ് മസ്കാര? അത് ലാസ്റ്റ് ആണ് എടുത്ത. അത് ഞാനിപ്പോ ഇടും, എനിക്ക് തോന്നുമ്പോ ഞാൻ ഇടും. കണ്ണെവിടെ? ഇവിടെ ഉണ്ട്. കണ്ണടച്ച് വെച്ചേക്കാം ഗൈസ്. ഡേഞ്ചറോ, വെറുതെ തൊട്ടാ മതി നിങ്ങൾ. ഇനി നമുക്ക് ഫൈനൽ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉപയോഗിച്ച് നമ്മുടെ മേക്കപ്പ് റൗണ്ട് കഴിയും. ഇനി എന്താ ചെയ്യാൻ പോവാ എന്നെ? ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഉണ്ട്. എന്താ കണ്ണ് കാണാൻ വയ്യ. Yes guys, and this is also my favorite lipstick. ഇതോടുകൂടി ചേച്ചി വെറുത്തോളും. ഗൈസ്, എൻ്റെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നേക്കാണ് ലിപ്സ്റ്റിക്. ഐ ആം സോ എക്സൈറ്റഡ്. ശരിക്കും ആക്കി എല്ലാം ബ്ലെൻഡ് ആയി കുറച്ചായി. കഴിഞ്ഞോ? ഞാൻ കാണട്ടെ ഗൈസ്. അപ്പൊ എന്റെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. മാള് കഴിച്ചോളൂ. ആദ്യം ഫ്രണ്ടിൽ നിന്ന് അയക്കും. എവിടെയൊക്കെയോ കെട്ടിയിട്ടിരിക്കും. ചേച്ചി ഇതെങ്ങനെ ചുണ്ടുവന്നേ? ഞാൻ കാണട്ടോ ആദ്യം. എങ്ങനെയുണ്ട്? രസമുണ്ട്. എന്റെ അത്ര വൃത്തിയേടായിട്ടില്ല. ആണല്ലേ? കണ്ണാടി കൊണ്ടുവരൂ. ലിപ്സ്റ്റിക്കില് ബാക്കിയെല്ലാം ഓക്കെയാണോ? ഓക്കെ, കണ്ണാടി വരൂ. നോക്കട്ടെ. ഇതാരാ? പിള്ളേര് മറ്റേ ക്രയോൺ വെച്ചിട്ട് മുക്കി കുത്തി വരയ്ക്കൂലേ, അതുപോലെ ആക്കി വെച്ചേക്കുന്ന എന്റെ മുഖം. ഇതെന്തുവാടി? ലിപ്സ്റ്റിക് എന്റെ ചുണ്ടില് ഒരു തരി ലിപ്സ്റ്റിക്കോ ഒരു ലിപ്റ്റോ ഇതും ഇല്ല. ചേച്ചി ചുണ്ട് താഴേക്ക് വെക്കി വെച്ചായിരുന്നു. മേക്കപ്പ് ഇട്ടിട്ടില്ല ഇവള്. എന്റെ ശരിക്കും ബ്ലെൻഡ് ആയി. ഇവിടെ ഫുള്ള് ഇതായിട്ട് പൊട്ട് വെച്ചില്ല. ഇനി വെക്കണ്ട. ഐലൈനർ ഇല്ല, ഐലൈനർ ഉണ്ട്, മസ്കാര ഉണ്ട്. ഞാൻ ഇതിന്റെ അകത്ത് ഈ ഒരു സാധനം മാത്രം എന്തോ മറന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഈ രണ്ട് മേക്കപ്പില് ഏത് മേക്കപ്പാ നല്ലത്? ഞാൻ ചെയ്തത് അങ്ങനെ പറയും. പക്ഷെ ലിപ്സ്റ്റിക് കറക്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. നോക്ക്, ഐലൈനർ ആവശ്യത്തിലധികം എഴുതിയിട്ടുണ്ട്. ആവശ്യത്തിലധികം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇതിന്റെ വിന്നറിനെ തെരഞ്ഞെടുപ്പ് ശരിക്കും ഞാൻ ചുണ്ട് അളന്ന് നോക്കിട്ട് അളന്നപ്പോ ഇങ്ങനെ അളന്നില്ലായിരുന്നെങ്കിലും ഇവിടെ എഴുതിയെന്ന് എനിക്ക് മനസ്സിലായി അന്നേരം തന്നെ. ഇവിടെ കൈ വെച്ചിട്ട് ഇവിടെ തേച്ച് വെച്ച് ചുണ്ടൊക്കെ മറച്ച് വെച്ചിട്ട് താഴെ തേച്ച് വെച്ച്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ വിന്നറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കര പണിപ്പെട്ട ഒരു കാര്യമാണ്. ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓ മിണ്ടാതിരിക്കാം.
എന്തുവാ ഇത്? എന്തോ ഞാൻ ഇത്തിരി ഡാർക്ക് കളറായിട്ടുള്ള സാധനമായിട്ടോ ഉപയോഗിച്ച്, അതുകൊണ്ടാണ് ഈ കൈ പിടിച്ചോണ്ടിരിക്കുന്നത്. അത് തന്നെ. അപ്പൊ ഗൈസ്, ഇതിന്റെ വിന്നറിനെ നിങ്ങൾ വേണം തെരഞ്ഞെടുക്കാൻ. ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇതിന്റെ ആരാണ് ജയിച്ചത് നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്, അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഇനി കുറച്ച് നമ്മള് ഫണ്ണി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇതുമായിട്ട് നമുക്ക് പുറത്തു പോവാം, അല്ലേ? ഇച്ചിരി ഉള്ളു ഇത് കറക്റ്റ് മേക്കപ്പ് ആയത്. ഇവിടെ ഇച്ചിരി ഇതൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി പോയി ഇതൊക്കെ ഉരച്ച് കളഞ്ഞ് കഴുകി വൃത്തിയാവണം. അപ്പൊ നമ്മളിനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. കയ്യിൽ വരെ ഞാൻ മേക്കപ്പ് ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പൊ ശരി, പോകാം. ബൈ.